കേരളം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലായിരുന്നു ആദ്യ രോഗി. India. Now you listen. കുട്ടികളിൽ ഏകദേശം വിരലിലെണ്ണാവുന്ന കേസുകളെ ലോകത്ത് തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം കുട്ടിയുടെ പേരൻസിനെയും കുട്ടിയും കാണിച്ചു കൊടുത്തു. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഖിൽ മാത്യു ജോൺ, ENT സർജൻ, റാഫാരം ഹോസ്പിറ്റൽ. ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുന്നതിനുള്ള തടസ്സം, ഇതായിരുന്നു ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം. ഏകദേശം 1 വർഷത്തോളം ഈ കുട്ടിക്ക് മൂക്കിലൂടെ ശ്വാസം വിടുന്നതിനുള്ള തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി പല സ്ഥലങ്ങളിൽ ഇതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു. അപ്പോൾ മൂക്കിനുള്ളിൽ ഒരു ദശയുണ്ടെന്ന് ഏകദേശം മനസ്സിലായി. തുടർന്ന് നേസൽ എൻഡോസ്കോപ്പി എന്ന പരിശോധന നടത്തി. ഈ എൻഡോസ്കോപ്പിക് പരിശോധനയിലൂടെ അശ്വതിയുടെ മൂക്കിൻ്റെ പുറകുവശത്തായിട്ട് ഒരു വലിയ ദശ ഉള്ളതായിട്ട് മനസ്സിലാക്കി. അത് മൂക്കിൻ്റെ ഏകദേശം ശ്വാസം വരുന്ന സ്ഥലം മുഴുവൻ അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യം കുട്ടിയുടെ പേരൻസിനെയും കുട്ടിയും കാണിച്ചു കൊടുത്തു. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഇത് സാധാരണയായിട്ട് കാണുന്നൊരു ദശയല്ല. അതിനാൽ തന്നെ ഒരു CT സ്കാൻ എടുക്കുകയുണ്ടായി. അപ്പോൾ CT സ്കാനിൽ ഇത് വളരെ അപൂർവമായിട്ട് മൂക്കിനുള്ളിൽ കാണപ്പെടുന്ന കാപ്പിലറി ഹെമൻജിയോമ എന്ന ഒരു വളർച്ചയാണെന്ന് ഏകദേശ ധാരണ വന്നു. കാപ്പിലറി ഹെമൻജിയോമ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മൂക്കിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ദശയാണ്. അതുതന്നെ കുട്ടികളിൽ ഏകദേശം വിരലിലെണ്ണാവുന്ന കേസുകളെ ലോകത്ത് തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് രക്തക്കുഴലുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ദശയാണ്. അതിനാൽ തന്നെ ഇത് സർജറി ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ ഏറ്റവും അത്യാധുനിക സാങ്കേതികവിദ്യയായ കോബ്ലേഷൻ്റെ സഹായത്തോടെ നമ്മൾ ഈ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ്റെ സമയത്ത് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും കോബ്ലേഷൻ്റെ സഹായത്തോടെയും നമുക്ക് ഈ ദശ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സമയത്ത് ഉണ്ടാകാൻ ചാൻസുള്ള ബ്ലീഡിങ്ങും ഇത്തരം നമ്മളുടെ പ്ലാനിങ്ങോടെയും അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ സഹായത്തോടും ചെയ്തതിന് വളരെയധികം മിനിമലായിരുന്നു. എൻ്റെ മോളാണ് അശ്വതി. ഇവർക്ക് 1 വർഷത്തോളമായിട്ട് നന്നായിട്ട് മൂക്കടപ്പും പനി അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വന്നിട്ട് ശ്വാസം കിട്ടാതെ വരുന്നതൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം നന്നായിട്ട് തന്നെ എല്ലാം കെയർ ചെയ്തു. ഇപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുക. ബുദ്ധിമുട്ടുകളൊക്കെ വളരെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഇതിൽ തന്നെയാണ് സന്തോഷമായിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യാൻ നേരത്തെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വേദനയൊന്നും അറിഞ്ഞില്ല. ഇപ്പം ഞാൻ കുഴപ്പമില്ലാതിരിക്കുന്നു. ഓപ്പറേഷന് ശേഷം ഈ കുട്ടിക്ക് വളരെയധികം ആശ്വാസമുണ്ടായി. മൂക്കിലൂടെ വളരെ നാൾക്ക് ശേഷം ശ്വാസം വിടാൻ സാധിച്ചു. ഓപ്പറേഷന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. ഇങ്ങനൊരു പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ENT ഡോക്ടറിനെ കാണിക്കുക, കൃത്യമായ പരിശോധന നടത്തുക.